ആശാ തൊഴിലാളികൾ സമരം തുടങ്ങിയിട്ട് ഇന്ന് 100 ദിവസം തികയുകയാണ്. ഏറ്റവും അടിസ്ഥാനപരമായ ആവശ്യങ്ങൾ ഉന്നയിച്ച് ഒരു ഇടതുപക്ഷ സർക്കാരിന് മുന്നിൽ സമരം ചെയ്യുന്ന സ്ത്രീ തൊഴിലാളികൾക്കാണ് 100 ദിവസം തെരുവിൽ ഇങ്ങനെ കഴിയേണ്ടി വരുന്ന ഒരവസ്ഥ ഉണ്ടായിരിക്കുന്നത്. നമ്മൾ ഉന്നയിച്ച 232 രൂപ വർദ്ധിപ്പിച്ചു തരണം, വേതനം വർദ്ധിപ്പിച്ചു തരണം എന്നുള്ളതും വിരമിക്കൽ ആനുകൂല്യം പ്രഖ്യാപിക്കണമെന്നുള്ളതുമായ ഏറ്റവും അടിസ്ഥാനപരമായ 2 ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് കേരളത്തിലെ പൊതുജനാരോഗ്യ സംവിധാനം നിലനിർത്തുന്നതിന് വേണ്ടി വ്യാപകരന്യെ അക്ഷീണം പ്രയത്നിച്ചുകൊണ്ടിരിക്കുന്ന സ്ത്രീ തൊഴിലാളികൾ സമരം ആരംഭിച്ചത്. പക്ഷേ ആ സമരത്തോട് അനുഭാവപൂർവമായ ഒരു നിലപാടെടുക്കുന്നില്ല എന്നുള്ളത് മാത്രമല്ല, അങ്ങേയറ്റം തൊഴിലാളി വിരുദ്ധമായ ഒരു നിലപാടാണ് സംസ്ഥാനം ഭരിച്ചുകൊണ്ടിരിക്കുന്ന സർക്കാർ കൈക്കൊണ്ടുകൊണ്ടിരിക്കുന്നത്. ഇന്ന് സർക്കാർ അവരുടെ 4ാം വാർഷികത്തിന്റെ ഔദ്യോഗിക പരിപാടികൾ നടക്കുകയാണ്. ആ സമയത്താണ് നമ്മൾ ആരംഭിച്ച സമരം 100 ദിവസം തികയുകയും ചെയ്യുന്നത്. ഈ നാട്ടിൽ പണിയെടുക്കുന്നവരോടൊപ്പമല്ല എന്നാണ് അവർ ഓരോ ദിവസം കഴിയുന്തോറും തെളിയിച്ചുകൊണ്ടിരിക്കുന്നത്. അവർ തന്നെ നിയോഗിച്ചിട്ടുള്ള സൈബർ പോരാളികൾ നമ്മളുടെ സമരത്തിനെ കുറിച്ച് പറയുന്നത്, നിങ്ങൾ എത്ര കാലം സമരം ചെയ്താലും ഒരു 5 പൈസ പോലും വർദ്ധിപ്പിച്ചു തരാൻ ഈ സർക്കാർ തയ്യാറായില്ല, വർദ്ധിപ്പിച്ചു തരുമെന്ന് നിങ്ങൾ പ്രതീക്ഷിക്കേണ്ട. അത്തരത്തിൽ പണിയെടുക്കുന്നവനോട് ഏറ്റവും മോശമായ രീതിയിൽ പെരുമാറിക്കൊണ്ടിരിക്കുന്ന ഒരു സർക്കാരാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. മിനിമം ജീവിച്ചു പോകുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ സർക്കാരിനോട് ആവശ്യപ്പെട്ടത്. അതുപോലും നൽകാൻ തയ്യാറാകാതെ അവർ തൊഴിലാളികളോടൊപ്പമല്ല എന്ന് ഓരോ ദിവസവും തെളിയിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യത്തിൽ കേരള സമൂഹം ഒന്നടങ്കം ഈ സമരത്തോടൊപ്പം നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. എല്ലാ മനുഷ്യരും കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ, ജാതിമത ഭേദമന്യേ, വലിപ്പച്ചെറുപ്പമില്ലാതെ എല്ലാ മനുഷ്യരും ഈ സമരം വിജയിക്കണമെന്ന് ആഗ്രഹിക്കുകയാണ്. ഏറ്റവും സാധാരണക്കാരായ സ്ത്രീ തൊഴിലാളികൾ നടത്തുന്ന ഈ സമരം കേരളം ഒന്നടങ്കം ഏറ്റെടുത്തുകൊണ്ട് അത് വൻ വിജയമാകണമെന്ന്, ഈ ഡിമാൻഡുകൾ അംഗീകരിച്ചുകൊണ്ട് ഈ സമരം കേരളത്തിൽ അവസാനിക്കണമെന്ന് കേരളത്തിലെ മുഴുവൻ ജനങ്ങളും ആഗ്രഹിക്കുമ്പോൾ രാഷ്ട്രീയ തീരുമാനങ്ങളുടെ അടിസ്ഥാനത്തിൽ ഈ സമരം സെറ്റിൽ ചെയ്യാതെ ഒരു പിടിവാശിയുമായി സർക്കാർ മുന്നോട്ട് പോവുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ മെയ് 5-ന് ആരംഭിച്ച രാപ്പകൽ യാത്ര ഇന്ന് നമ്മളുടെ ഫെബ്രുവരി 10-ന് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആരംഭിച്ച സമരം 100 ദിവസം പിന്നിടുകയാണ്. ഇന്ന് പാലക്കാട് എത്തുമ്പോൾ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഇതേ സമയം തന്നെ നമ്മുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് ശ്രീമതി യസ്മിനിയുടെ നേതൃത്വത്തിൽ ഇന്ന് 100 പ്രതിഷേധ പന്തങ്ങൾ കത്തിച്ചുകൊണ്ട് അവിടെ തലസ്ഥാന നഗരിയിലും പരിപാടി നടക്കുകയാണ്. ഈ സമരം നമ്മൾ ഉയർത്തിയ ഡിമാൻഡുകൾ നേടിയെടുത്തുകൊണ്ട് മാത്രമേ ഈ നമ്മൾ സമരത്തിൽ നിന്ന് പിന്തിരിയുള്ളൂ. ഈ കേരള സമൂഹം ഒന്നടങ്കം, പ്രത്യേകിച്ച് മാധ്യമങ്ങൾ നൽകുന്ന എല്ലാ പിന്തുണയും ഈ തൊഴിലാളി സമരത്തോടൊപ്പം ചേർന്ന് നടന്നുകൊണ്ടാണ് എല്ലാവരും മാധ്യമങ്ങളടക്കവും ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യുന്നത്. അപ്പോൾ ഇതിനെല്ലാം ഹൃദയത്തിന്റെ ഭാഷയിൽ കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന്റെ പേരിൽ, ഈ തൊഴിലാളി സമരത്തിന്റെ പേരിൽ നിങ്ങൾക്കെല്ലാം നന്ദി അറിയിച്ചുകൊണ്ട് നമ്മൾ ഇന്ന് ഇവിടെ പ്രതിഷേധ പന്തം കത്തിക്കുകയാണ്. രാവിലെ ഇവിടെ ഏറെ ബഹുമാന്യനായ സംസ്ഥാന പ്രസിഡന്റ് ശ്രീ വി കെ സദാനന്ദൻ അത് നിർവഹിക്കും. കത്തിച്ചിട്ട് എല്ലാവരും കൊടുക്കാൻ കേരളമാകെ പടരുമ്പോൾ തൊഴിലാളികളും കർഷകരും ചൂഷിത ജനതയിൽ ഒന്നാകെ പ്രതീക്ഷയോടെ ചേരുകയായി. ആശാസമരം സിന്ദാബാദ്, കേരള ആശാ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷൻ സിന്ദാബാദ്. ആശാസമരം 100-ാം ദിവസം, സമര